ഹലോ ഗെയ്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ ഒരു കുമ്പളം കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കല കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്. ഞാനിപ്പോൾ അത് അറുത്തുകൊണ്ട് തന്നെ വീഡിയോ കണ്ടു. ഞങ്ങൾ അങ്ങനെ കുമ്പളങ്ങയൊക്കെ ഒരു തോട്ടി കൊണ്ട് ഇങ്ങനെ അറുത്തുകാണ്ടേ അത് മുറിച്ചിട്ടാണ് ഇപ്പോൾ പച്ചടി ഉണ്ടാക്കുന്നത് കേട്ടോ. സദ്യ സ്പെഷ്യൽ പച്ചടിയാണിത്. ഒരു 4 കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ നുറുക്കി ഇതേപോലത്തെ നുറുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 4 കാന്താരി മുളക് ഇട്ടെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോഴത്തിന് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള തേങ്ങയൊക്കെ നോക്കാം. ഇതൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേ. ഇപ്പോൾ ഒന്നുകൂടിയും കടന്നു വേണം കേട്ടോ, നല്ലോണം വെന്തിട്ടില്ല. ഇഷ്ടമായാലും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്തത് ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞ് ബെല്ലൈക്കണൊന്ന് തൊട്ടമർത്തി അപ്പോൾ ഒരു ഹോളെന്ന ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് തന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തൊന്ന് സപ്പോർട്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുമ്പളങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ അരപ്പ് റെഡിയാക്കിക്കണം, അതെടുക്കാം. അപ്പം അങ്ങനത്തെ ഒരു മുറി കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിക്കണത് കേട്ടോ. അതിക്കൊരു 5-8 കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, കറിവേപ്പില, ഇതൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളെ കുമ്പളങ്ങയൊക്കെ നല്ലോണം നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് റെഡിയാക്കി നമ്മളിപ്പോൾ വേവിച്ചെടുത്ത് കണ്ടല്ലോ. ഇത്ര പോകുന്നൊരു കുമ്പളങ്ങ എടുത്തിട്ട് കേട്ടോ. ഒരു കുമ്പളങ്ങ മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. 1 കിലോ കുമ്പളങ്ങ ഉണ്ടാവും. നമുക്ക് അതിൽ അരപ്പ് തയ്യാറാക്കട്ടോ. അതിനിപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തു, കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ നിങ്ങൾ അരച്ചെടുക്കാൻ നോക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് കാന്താരി മുളക്, പിന്നെ ചെറിയ ജീരകം, കുറച്ച് കടുക്, ഇതൊക്കെ നന്നായി. ഞാനിപ്പോൾ ഇതിൽ തൈര് ഇതിൽ കൂടി കൂട്ടിയിട്ടാണ് അരക്കുന്നത്. ഈ തേങ്ങയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ തൈര് അരക്കണത്. അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ആദ്യം അരച്ചിട്ട് പിന്നെ തൈര് ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് മിക്സിയിലെ ജാറിൽ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഗെയ്സ്, നമ്മളെ ഒരു മുറി തേങ്ങ, ഒരു 5-6 കാന്താരി മുളക്, കുറച്ച് ചെറിയ ജീരകം, തൈര്, കടുക്, ഇതൊക്കെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ ഒന്ന് ചതച്ചെടുത്താട്ടത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. രണ്ട് കറിവേപ്പിൻ്റെ ഇലയും ആണെങ്കിൽ ഇതിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം ഇങ്ങനെ അരച്ചിട്ട് നമുക്ക് നമ്മളെ കുമ്പളങ്ങ കറിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കട്ടോ. ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഇത്ര എടുത്താൽ മതി. ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഇടണം. ഇത് വലിയ ടീസ്പൂണാണ്. ഇത്ര വലിയ ടീസ്പൂണിന് വേണ്ട, ചെറിയ ടീസ്പൂണിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ ഇടാൻ മറന്നീനോ, ഇപ്പോൾ രണ്ടാമത് ഇട്ടുകൊണ്ട് അരക്കണം ചെറിയ ജീരകം. അങ്ങനെ അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടേ കുമ്പളങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ട് അമ്മയ്ക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതാ കുമ്പളങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിക്ക് ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. വല്ലാതെ തിളച്ച് മറിയണ്ട. ഒന്ന് തിള വന്നേക്ക് തന്നെ ഓഫായിക്കോളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കടുകറുത്തെടുക്കാണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പല വിധത്തിലും പച്ചടി ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് സദ്യയുടെ കൂടെയും സാധാ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ഇതാണ്. ഇത് വെള്ള കളറാക്കാനും ഇതിൽ മഞ്ഞളൊന്നും നമ്മൾ ചേർക്കൂല. പച്ചടി തൈരും ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, ക്യാരറ്റോൺ ഉണ്ടാക്കും, വെള്ളരിക്കോൺ ഉണ്ടാക്കും, എല്ലാതുകൊണ്ടും ഉണ്ടാക്കും കേട്ടോ. പക്ഷേ കുമ്പളം കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇനി നമുക്കൊന്ന് കടുകറുത്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് കടുകറുക്കാം. വേപ്പിൻ്റെ ഇലയും കടുവും ഇട്ടിട്ട് കടുകറുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ചട്ടിയിലൊക്കെ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടിട്ട് അത് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് വേപ്പിനില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ അതോടെ എല്ലാത്തുകൊണ്ട് ഇട്ട് കൊടുക്കണില്ല. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്ര പണിയുള്ളൂ. നല്ല അടിപൊളി പച്ചടി സദ്യയുടെ കൂടി ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ നല്ല സ്പെഷ്യലായ ഒരു പച്ചടി ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടായ കുമ്പളം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ രാസവളമൊന്നും ഇടാതെ ഉണ്ടാക്കിയ കുമ്പളങ്ങയാണ് അല്ലേ. ഞയ്ക്ക് കടുകറുത്താൻ താളിച്ചു കൊടുത്താൽ നമുക്ക് സദ്യ സ്പെഷ്യൽ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്. അടുത്ത വീഡിയോയുമായി വരാം. താങ്ക്സ്.